ഹലോ, ഇന്നൊരു അടിപൊളി മീൻകറി വെക്കുന്ന കണ്ടാലോ? ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വെക്കുന്നതെന്ന്. ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യം വെക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് വെച്ച് നോക്കിയതാണ്. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിൽ 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ 2.5 സ്പൂണ് മല്ലിപ്പൊടി. രണ്ടും മതിയായിരുന്നു. ഞാൻ പിന്നെ അര കുറച്ചുകൂടി എടുത്തു. പക്ഷേ അതിൽ ചൊവയുണ്ടായിരുന്നു, അധികം ഇടണ്ട. മല്ലിപ്പൊടി ആവശ്യത്തിന് മതി. ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ കരിഞ്ഞു പോവാണ്ട് സൂക്ഷിക്കണം. എന്നിട്ട് അത് ചൂടായിട്ട് അത് മാറ്റി വെക്കുക. പിന്നെ ചട്ടി അടുപ്പത്ത് വെക്കുക. അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ചൂടായിട്ടാകുമ്പോൾ, അത് പൊട്ടിയിട്ടാകുമ്പോൾ തക്കാളി, ഉള്ളി, പച്ചമുളക് അതുകൂടി ഇട്ട് കൊടുക്കുക. അത് കുറച്ച് വാടി വരുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതുണ്ടാവില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ കുറച്ച് തേങ്ങ, ഒരു 4 സ്പൂണ് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. 4 വേണമെന്നില്ല, 3 ആയാലും മതി. കുറച്ചൊരു പൊടിക്ക് തേങ്ങ, പിന്നെ നമ്മളാക്കി വെച്ച മസാല ഉണ്ടാവില്ലേ, പൊടികൾ ചൂടാക്കി വെച്ച്, ആ പൊടികളും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. വെള്ളം അധികം ആയിപ്പോരുത്, കുറച്ചേ വേണ്ട. ഒരു പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് വാട്ടി വെച്ച് തക്കാളി, ഉള്ളി ഉണ്ടാവില്ലേ, അതിലേക്ക് ഈ അരച്ച് വെച്ച് ഇത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ പുളി പിയ്യുക. പുളി നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് പിയ്യുക. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നാടൻ കറിവേപ്പില കൂടി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി. അപ്പോൾ ഇത്രയും കൂടി ഇട്ട് വെക്കുക, അടച്ച് വെക്കുക. പിന്നെ അതിൻ്റെ കറി പതച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. പിന്നെ വെന്തിട്ടാകുമ്പോൾ ലേശം വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറി അടിപൊളിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക്